എളുപ്പത്തിൽ എന്നാൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറിൻ്റെ വീഡിയോ കണ്ടാലോ. ഇതിലേക്ക് നല്ല ചിക്കൻ വരട്ടിയതും കൂടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും, സംഭവം പൊളിക്കില്ലേ. എന്നവ നമുക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1/2 ടീസ്പൂണ് നല്ല ജീരകവും പെരുംജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 9 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തേങ്ങ ചിരകിയതും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ വെന്ത് നല്ല അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്പെഷ്യൽ ചിക്കൻ വരട്ട് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തോളൂ കേട്ടോ. അടുത്തായി ഞാൻ എടുത്തിട്ടുള്ളത് 3 ഉള്ളി കേട്ടോ. അതിലേക്കൊരു 4-5 വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല നൈസാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട തേങ്ങയാണ് കേട്ടോ. തേങ്ങ കുഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഉള്ളി നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തേങ്ങ കൊത്തും കൂടി ചേർത്തിട്ട് അതും നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ചിക്കൻ വരട്ടും സെറ്റായി കിട്ടും കേട്ടോ. ഇതൊരു പഴമ നിറഞ്ഞ രുചിയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് രുചികൾ നമ്മുടെ അമ്മമാരും അമ്മുമ്മമാരൊക്കെ നമ്മുടെ നാവിന് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. വളരെയധികം ഇഷ്ടത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയൊക്കെ അവർ കഴിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ നാവിന് ഇതൊരു പുതിയ രുചിയായിരിക്കും. ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കൊള്ളിട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.